ഹലോ ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഈ അടുത്ത കാലത്തായി വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് നമ്മളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ 3 റൗണ്ട് കാണാൻ സാധിക്കുന്നത്. അത് എന്താണെന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ച് എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്, കുറച്ച് ലേറ്റ് ആയി പോയി, സോറി. അപ്പോൾ അതെന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾക്ക് ഈ 3 റൗണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒന്നിൽ നമുക്ക് ഇവിടെ പോസ്റ്റ് എന്ന് കാണാൻ സാധിക്കുന്നത്, രണ്ടാമത്തിൽ സ്റ്റോറി, മൂന്നാമത്തിൽ നമുക്ക് റിസപ്ഷൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ പോസ്റ്റസിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 13-12 നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ 13-12 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച, അതായത് ഓരോ ആഴ്ചയിലും നമുക്ക് ഇവിടെ ചെയ്യുന്ന പെർഫോമൻസിനനുസരിച്ചിട്ടായിരുന്നു നമുക്കിവിടെ കൗണ്ട് കൂടുന്നതും കുറയുന്നതും. നിലവിൽ അവിടെ പോസ്റ്റിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ 12-13 കാണാം. താഴെ പോസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നമ്മൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ എത്രത്തോളം പോസ്റ്റർ ഷെയർ ചെയ്യും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളവിടെ പിന്നെ കൂട്ടേണ്ടതും കുറക്കേണ്ടതും. ഇതിപ്പോ നിലവിൽ 13 പോസ്റ്റ് ചെയ്യേണ്ടടുത്ത് നമ്മൾ 12 പോസ്റ്റോളം നമ്മൾ ചെയ്ത്. ഇനി നമുക്കത് കൂട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് അപ്ഡേറ്റ് ഗോളിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരാഴ്ചയിൽ നമ്മൾ 15 പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 15 ആവുന്നതായിരിക്കും. നമ്മൾ നിലവിൽ ഇപ്പോൾ 12 ചെയ്ത് അതിന്റെ കൂടെ തന്നെ ഒരു 3 കൂടി ആയി കഴിഞ്ഞാൽ നമുക്കത് 15 ആവുന്നതായിരിക്കും. ഓക്കെ, അത് നമ്മൾ വീക്കിലി ഒരു ടാസ്ക് പോലെയാണ്. അത് നമ്മളുടെ ടാസ്ക് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ആക്കി എടുക്കല്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറിയിലും നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും. നിലവിൽ അവിടെ 7 സ്റ്റോറിയിൽ നമ്മൾ ഒരു സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കുറക്കണമെങ്കിൽ കുറക്കാം, ഇനി കൂട്ടണമെങ്കിൽ കൂട്ടാം. ഓക്കെ, നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മൂന്നാമത്തെ മീൻസ് നമുക്ക് റിസപ്ഷൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾക്ക് തരേണ്ടത് ഫേസ്ബുക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ഇതെന്താണ് സംബന്ധിച്ച് കഴിഞ്ഞാൽ, ഇതിൽ റിസപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഡിയൻസ് റിസപ്ഷൻസ് മീൻസ് നമ്മളുടെ കണ്ടന്റിൽ, പോസ്റ്റിലായാലും റീലിലായാലും എന്തിലായാലും മറ്റുള്ള നമ്മുടെ ഫോളോവേഴ്സ്, അതായത് കാഴ്ചക്കാര് നമ്മൾക്ക് തരുന്ന ലൈക്ക്, കമന്റ്, ഷെയർ, അതുപോലെ തന്നെ വാച്ച് ടൈം, ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്കിവിടെ ഈ ഓഡിയൻസ് റിട്ടൻഷൻ കൂടുന്നതും കുറയുന്നതും. നിലവിൽ അവിടെ 10-ൽ 2 ഓഡിയൻസ് റിട്ടൻഷൻ മാത്രമേ ഉള്ളൂ. ഈ 10-ൽ 10 ആകുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കല്. അപ്പൊ ഈ ഓഡിയൻസ് റിസപ്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ചെക്ക് ഔട്ട് ദിസ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് യുവർ റിസപ്ഷൻ. അതായത് നമ്മുടെ ഈ റിസപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കാണിക്കുന്നത്, അതിൽ കീപ് വ്യൂവേഴ്സ് വാച്ചിങ്, സം വ്യൂവേഴ്സ് ആർ ലിവിംഗ് ഏർലി, ട്രൈ ഓപ്പണിംഗ് വിത്ത് എ സ്ട്രോങ്ങർ ഹുക്ക് ടു ഗ്രാബ് അറ്റൻഷൻ ഫ്രം ദ സ്റ്റാർട്ട്. അതായത് നമ്മളുടെ ഫോളോവേഴ്സിനെ നമ്മളുടെ റീല്, നമ്മളുടെ കണ്ടന്റ് എന്തോ ആയിക്കോട്ടെ അതിൽ പിടിച്ചിരുത്തണം. അതായത് ഒരു മിനിറ്റിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു 45 സെക്കൻഡെങ്കിലും കാണുന്ന രീതിയിൽ ഫോളോവേഴ്സിന് നമ്മൾ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ തുടക്കത്തിൽ നല്ലൊരു ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഹുക്ക് മീൻസ് ഒരു സർപ്രൈസ്. അതിന്റെ ആ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. 1, 2, 3 സെക്കൻഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ആ വീഡിയോ നോർമലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അതിന്റെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് ലൈക്ക്, അതുപോലെ തന്നെ കണ്ടന്റ് ദ സ്പാർക്ക് ഇമോഷൻ ട്രെൻഡ്സ് ടു റിസീവ് മോർ റിയാക്ഷൻ. നമ്മളുടെ കണ്ടന്റ് റിയാക്ഷൻ വരണം. അതായത് ലൈക്ക്, കമന്റ്, പിന്നെ അതുപോലെ തന്നെ ഷെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ റിസപ്ഷന് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായാലും. എക്സാമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എക്സാമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് ക്വാളിറ്റി, അതായത് വ്യൂവേഴ്സ് എക്സ്പ്ലെയിൻഡ് കണ്ടന്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരിക്കണം. ലൈക്ക് റേറ്റ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ക്യാപ്ഷൻ മീൻസ് നമ്മളുടെ വോയിസ് അത് ക്യാപ്ഷനായിട്ട് താഴെ വരുന്ന കാര്യമാണ്. അത് നമ്മൾ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് റിസപ്ഷൻ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഇമ്പ്രൂവ്മെന്റ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടിപ്സ് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മുടെ ഒരു ഫോളോവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് നൗ. അതായത് നമ്മളുടെ റീൽസിന് നമുക്ക് ഇപ്പോഴും 2 ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഓപ്ഷൻ ഉണ്ട് ഫേസ്ബുക്കിൽ തന്നെ. അപ്പൊ അതായത് ലാസ്റ്റത്തെ റീലിനാണ്. അപ്പൊ ഞാൻ ആ റീലിന്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപ്ഷന് ഒന്നും കൂടി വേണമെങ്കിൽ എക്സ്ട്രാ ആക്കാം. അതായത്
ഈ ഒരു ക്യാപ്ഷന്റെ കൂടെ തന്നെ കുറച്ചും കൂടി വേർഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ആഡ് യുവർ റീൽ ടു പ്ലേലിസ്റ്റ്, അതായത് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്ലേലിസ്റ്റിൽ ഈ റീല് ഉൾപ്പെടുത്താൻ പറ്റും. ഈ പ്ലേലിസ്റ്റ് മീൻസ് നമ്മളുടെ കണ്ടന്റ് നമ്മുടെ ഒരു പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അവർ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മുന്നിലേക്ക് ഈ പ്ലേലിസ്റ്റ് പ്രത്യക്ഷപ്പെടും. അപ്പൊ നമ്മളുടെ ആ പ്ലേലിസ്റ്റിൽ ഉള്ള വീഡിയോസും കൂടി ആ ഫോളോവേഴ്സ് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് അവിടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാ സ്റ്റെപ്സ് ടു ടേക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത ടൈമിൽ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് പറയുന്നത്. അതായത് ഫോക്കസ് ഓൺ വാട്ട്സ് യുവർ ഓഡിയൻസിലേക്ക്, നിങ്ങളുടെ ഓഡിയൻസിന് എന്താണ് ഇഷ്ടമുള്ളത് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയുള്ള കണ്ടന്റ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ആസ്ക് യുവർ കമ്മ്യൂണിറ്റി ടു ഷെയർ യുവർ കണ്ടന്റ്. നിങ്ങളുടെ കണ്ടന്റിലൂടെ തന്നെ അതായത് റീലിൽ കൂടി തന്നെ നിങ്ങളുടെ ഫോളോവേഴ്സിനെ ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെയുള്ള കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം, അത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ മൂന്നാമത് ഗ്രോ യുവർ ഫോളോവിങ് വിത്ത് യുവർ കണ്ടന്റ്, അതായത് കണ്ടന്റ് നല്ല രീതിയിൽ ഷെയർ ആക്കി എടുത്തിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ ആഡ് ക്ലോസ്ഡ് ക്യാപ്ഷൻ ടു യുവർ റീൽ. ക്ലോസ്ഡ് ക്യാപ്ഷൻ എന്നുള്ള ഈ ഒരു സംഭവം, അതായത് വീഡിയോയുടെ വോയിസിനനുസരിച്ചിട്ടുള്ള ക്യാപ്ഷൻ താഴെ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് പിന്നെ ഈ ഒരു റീലില്. അപ്പോൾ ഓൾറെഡി 2 നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ അടുത്ത പ്രാവശ്യം റീൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് ഈ ഓഡിയൻസ് റിസപ്ഷൻ നമുക്ക് ഇവിടെ കൂട്ടിയെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം. ഇവിടെ ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നത്. ഇത് വലിയൊരു സംഭവം ഒന്നല്ല, പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഭാഗത്ത് കുറച്ചും കൂടി നമ്മളെ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ഈ റിസപ്ഷൻ കൂട്ടിയെടുക്കാൻ പറ്റാൻ നോക്കുക. കൂടുതൽ ഫേസ്ബുക്ക് പിന്നെ ഫോളോവേഴ്സിന്റെ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ വരുമ്പോഴേക്കും അത് കൂടുതലായിട്ട് വരില്ലേ. ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നേരത്തെ. വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.